സംഘികൾ എപ്പോഴും വലിയ രാജ്യസ്നേഹികളെന്ന് സ്വയം നടിക്കുന്നവരാണ്. രാജ്യസ്നേഹം നടിക്കുന്നവർ മാത്രമല്ല, മറ്റുള്ളവർ രാജ്യസ്നേഹികളാകാൻ ചില രാജ്യസ്നേഹ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരുമാണ്. രാജ്യസ്നേഹത്തിന് അവർ പ്രയോഗിക്കുന്ന മാർഗങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ രാജ്യസ്നേഹികളാകണമെങ്കിൽ ജയ് ശ്രീറാം വിളിക്കണം, ജയ് ഹിന്ദ് മുഴക്കണം, ഭാരത് മാതാ കി ജയ് പറയണം, വന്ദേ മാതരം പാടണം, രാഖി കെട്ടണം, കാക്കി നിക്കർ ധരിക്കണം, വെള്ള ഷർട്ട് ധരിച്ച് ശാഖയിൽ പോകണം എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. 2020 വിദ്യാഭ്യാസ നയം തിരുത്തിയപ്പോഴും അവർ കുറേ കാര്യങ്ങൾ അങ്ങനെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ പാഠപുസ്തകങ്ങൾ ക്രമേണ തിരുത്തി അവർ രാജ്യസ്നേഹത്തിൻ്റെ ഇരുട്ട് ഇങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എതിർക്കുന്ന ഏക പ്രസ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ്. ഏക വിദ്യാർത്ഥി പ്രസ്ഥാനം SFI മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹരിയാനയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ, അവിടെ പുതിയൊരു നയം കൊണ്ടുവന്നു. ഇനി സ്കൂളുകളിൽ കുട്ടികളാരും ഗുഡ് മോർണിംഗ് പറയണ്ട. അധ്യാപകരും പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ രാവിലെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, വൈകുന്നേരം പോകുമ്പോൾ ഗുഡ് ഈവനിങ്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. പകരം ജയ് ഹിന്ദ് പറയുക, രാജ്യസ്നേഹം വളർത്തുക. മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനം പാടുമ്പോൾ എല്ലാവരും തിയേറ്ററുകളിൽ എണീറ്റ് നിൽക്കണം എന്ന ഒരു ചട്ടം കൊണ്ടുവന്നു. അമ്പാടെ ചീറ്റിപ്പോയ ഒരു ചട്ടമായിരുന്നു അത്. ഇതൊക്കെ കപടമായ ദേശീയ സ്നേഹം അല്ലെങ്കിൽ ദേശസ്നേഹം അടിച്ചേൽപ്പിക്കാനുള്ള BJPയുടെ തന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തന്ത്രങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും രാജ്യസ്നേഹമുണ്ട്. ഞാൻ മുമ്പൊരു വാർത്താശകലത്തിൽ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ എത്ര വിമർശിച്ചാലും, പരസ്പരം വിമർശിച്ചാലും, രാഷ്ട്രീയപരമായി ഏതൊരു കാര്യത്തിലും പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ വിമർശിച്ചാലും, രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തൊരുമയോടെ നിൽക്കുന്നത്, സൈന്യം എന്ന് പറയുമ്പോൾ ഒത്തൊരുമയോടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പ്രകൃതി ദുരന്തം വന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു വീഴ്ച വന്നാൽ, ഒരാൾക്കൊരു വീഴ്ച വന്നാൽ നമ്മൾ ഒത്തൊരുമിച്ച് അയാളെ പിടിച്ചു കയറ്റാൻ നിൽക്കുന്നത് നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ സാഹോദര്യത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. അതിന് ജയ് ഹിന്ദ് വിളിയോ വന്ദേ മാതരം വിളിയോ അല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിയോ ഒന്നും ആവശ്യമില്ല തന്നെ. അത് കപട ദേശീയത. ഈ കപട ദേശീയതയിലൂടെ ഊന്നിയ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് സംഘികൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഹരിയാന കൊണ്ടുവരുന്നത്. ഇനി ജയ് ഹിന്ദ് മതി, ഗുഡ് മോർണിംഗ് വേണ്ട എന്നത്. ഗുഡ് മോർണിംഗ് പറയുന്നത് മോശം കാര്യമാണോ? കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും തലങ്ങും വിലങ്ങും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നമുക്ക് ഗുഡ് മോർണിംഗ് പറയുന്നവരുണ്ട്, സുപ്രഭാതം പറയുന്നവരുണ്ട്, അഭിവാദ്യങ്ങൾ പറയുന്നവരുണ്ട്. നമുക്ക് തോന്നിയതുപോലെയാണ്. ഗുഡ് മോർണിംഗ് പറയണമെന്നേ ഇല്ല. നമ്മൾ നമസ്തേ പറയും, ചിലപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും, ചിലപ്പോൾ അഭിവാദ്യം പറയും. കോളേജുകളിലൊക്കെയാണെങ്കിൽ അഭിവാദനങ്ങൾ പറയും, ചിലപ്പോൾ ഗുഡ് മോർണിംഗ് പോലും പറയില്ല. അളിയാ മച്ചമ്പി വിളിക്കുന്നവരുണ്ടാകും, ബ്രോ സുഖമാണോ ചോദിക്കും, അല്ലെങ്കിൽ മച്ചാൻസേന്ന് വിളിക്കും. അങ്ങനെ പലതും വിളിച്ചു പോകുന്ന സംസ്കാരമാണ് മലയാളത്തിലുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലുള്ളത്. ഗുഡ് മോർണിംഗ് ഒക്കെ ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കും. ഗുഡ് മോർണിംഗ് പറയണം. ഒരു മിസ് ക്ലാസ്സിൽ വരുമ്പോൾ എണീറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് മിസ്, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് മിസ്, ഗുഡ് ആഫ്റ്റർനൂൺ മിസ് എന്ന് പറയണം എന്ന് പഠിപ്പിക്കുന്നത് അച്ചടക്കത്തിൻ്റെ ഭാഗമായാണ്. അത് കുട്ടികൾ വളരുന്നത് അങ്ങനെ ആയിരിക്കണം, ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. അതിന് ജയ് ഹിന്ദ് പറയുന്നത് എന്തിനാണ്? ജയ് ഹിന്ദ് ആര് കൊണ്ടുവന്ന വാക്കാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് അവതരിപ്പിച്ച ഒരു പദമാണ്. അത് സൈന്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദമാണ്. അത് അവരുടെ ആവേശത്തിൻ്റെ പദമാണ്, സൈന്യത്തിൻ്റെ ആവേശത്തിൻ്റെ പദമാണ് ജയ് ഹിന്ദ്. ജയ് ഹിന്ദ് എന്ന് ഇപ്പോഴും സൈനികർ വിളിക്കും, ജയ് ഹിന്ദ് എന്ന് സൈനികർ വിളിക്കും. അത് സൈന്യത്തിൻ്റെ ആവേശത്തിൻ്റെ സൂചനയാണ്. അത് നമ്മൾ വിദ്യാർത്ഥികൾ വിളിക്കുന്നത് തെറ്റ് എന്നല്ല, പക്ഷെ അത് ഒരു പഠനത്തിൻ്റെ ഭാഗമായി, സ്കൂളിൻ്റെ ശൈലിയുടെ ഭാഗമായി കുട്ടികൾ രാവിലെ വന്ന് എല്ലാവരും ജയ് ഹിന്ദ് വിളിക്കണം, അങ്ങനെ രാജ്യസ്നേഹം വളർത്തണം എന്ന ഈ ഒരു മണ്ടന്യായം നമ്മൾ മുമ്പ് ഔറംഗസീബിൻ്റെ തത്വമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഔറംഗസീബൻ ബുദ്ധിയൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് തീരെ പരിതാപകരമാണ് എന്ന് പറയേണ്ടതുള്ളൂ. ഇങ്ങനെ കപട രാജ്യസ്നേഹം ഇഞ്ചക്ട് ചെയ്ത് ആളുകളെ ഇങ്ങനെ ചെറുതായി മന്ദബുദ്ധികളാക്കി കൊണ്ടുവരുന്ന ഒരു സംസ്കാരമായി ഇന്ത്യൻ സംസ്കാരത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഭൂരിഭാഗം വരുന്ന, ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്യുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടെന്ന് തിരിച്ച് ചോദിക്കണം. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്? കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ ഗുഡ് മോർണിംഗ് പറഞ്ഞത് കൊണ്ട് എന്താണ് തെറ്റ്?
അവർക്ക് രാജ്യസ്നേഹം കുറഞ്ഞു പോകുമോ? അവർക്ക് ഇനിയിപ്പോൾ വൈദേശിക ബന്ധം കൂടി പോകുമോ? അങ്ങനെ പറയുന്ന മഹാന്മാരുണ്ടല്ലോ, പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഈ സംഘികളുണ്ടല്ലോ, ഈ സംഘികൾ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാത്തത് എന്തേ? ഇന്ത്യയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത്. തൊഴിൽ ക്ഷാമം ഉണ്ടായ കാലം. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷം 7000-ഓളം ആളുകളാണ് ഒരു രാജ്യത്തിലേക്ക് മാത്രം കുടിയേറിപ്പോയത്, പഠിക്കാൻ വേണ്ടി പോയത്. 7000-ഓളം വിദ്യാർത്ഥികൾ. അത് ഓരോ വർഷവും ഓരോ മാസവും ഇങ്ങനെ കൂടി വരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം ആലോചിച്ച് നോക്കുക. 2 ലക്ഷത്തോളം ആളുകളാണ് കാനഡയിലേക്ക് പോയത് ഇന്ത്യയിൽ നിന്ന് ടോട്ടൽ പഠിക്കാൻ വേണ്ടി. ആലോചിച്ച് നോക്കുക. സൗദിയിലും, അതായത് നമ്മുടെ തൊട്ടടുത്ത അറബ് രാജ്യങ്ങളിൽ എത്രയോ ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ വരുന്നില്ല? ഇന്ത്യയിൽ ജോലി കൊടുക്കുന്നില്ല? ഇവർ ഈ വൈദേശിക സംസ്കാരം എന്നൊക്കെ പറയുന്നത്, അതിനെയൊക്കെ മാറ്റി നിർത്താനാണല്ലോ ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ ദേശീയ സ്നേഹം എന്നൊക്കെ പറയുന്നത്. എന്നാൽ പിന്നെ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരട്ടെ, ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ഓപ്പൺ ചെയ്യട്ടെ. ഇന്ത്യൻ ഭാഷയിൽ ഇവർ കുറേയധികം സർവകലാശാലകളും എല്ലാം ഓപ്പൺ ചെയ്ത് ആ പാഠ്യപദ്ധതിയിൽ ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ കൊടുത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരട്ടെ. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജോലി കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് പറയാം, ഇത് ജയ്ഹിന്ദ് വിളിച്ചാലും അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ സംസ്കാരം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടും. ഇതെന്താണ്? ഉത്തരേന്ത്യയിലെ സ്ഥിതി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഗുജറാത്തിലെ ഒരു ജേർണലിസ്റ്റ് ഒരിക്കൽ പറഞ്ഞതാണ്, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവർ പാൻ വിൽക്കാൻ പോകും, പിന്നെ കാലി വളർത്താൻ പോകും, അവർക്ക് പിന്നെ പഠനമില്ല. അവർക്ക് എന്ത് പറയുന്നു അതൊക്കെ ചെയ്യുന്നവരാണ്, അടിമകളെ പോലെയാണ് അവർ. അവരെയാണ് ചില ആളുകൾ, ചില ഭൂരിപക്ഷ ആളുകൾ കൂട്ടത്തോടെ കൊന്നുകളയുന്നത്. അവർക്ക് അന്നാവില്ല സംസാരിക്കാൻ. എന്തുകൊണ്ടാണ്? ഇങ്ങനെയാണ് പഠിച്ചു വെക്കുന്നത്, ഇങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. ഇങ്ങനെ ആളുകളെ ഇല്ലാതാക്കാൻ, തിരിച്ചു ചോദിക്കാനുള്ള ബുദ്ധി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് തിരിച്ചറിയണം, ചോദിക്കണം. എൻ്റെ രാജ്യത്തെ ബഹുമാനിക്കാനും എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാനും എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന ബുദ്ധി നിങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കാൻ, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടാൻ നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കളോട് പറയണം. ഗുഡ് മോർണിംഗ് പറഞ്ഞതുകൊണ്ട് കെട്ടുപോകുന്നതല്ല രാജ്യസ്നേഹമെന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ജയ്ഹിന്ദ് പറഞ്ഞുകൂടാ എന്നർത്ഥമില്ല. വന്ദേ മാതരം പാടിക്കൊടുക്കണം, നല്ല സ്ഫുടതയോടുകൂടി പാടിക്കൊടുക്കണം. ജനഗണമന സ്ഫുടതയോടുകൂടി പാടിക്കൊടുക്കണം. ശ്രീരാമനെന്ന് വിളിക്കാൻ പറയുമ്പോൾ ശ്രീരാമൻ്റെ കഥ തിരിച്ചു ചോദിച്ചിട്ട് കൃത്യമായി ശ്രീരാമൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം. ഇതാണ് ശ്രീരാമൻ, ഉത്തമ പുരുഷനെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയണം, ആ ഉത്തമ പുരുഷൻ്റെ പോരായ്മകളും അക്കമിട്ട് നിരത്തി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഭരതമുനിയാണ് ഈ നാട്യശാസ്ത്രത്തിൽ അതൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല. ഇതെല്ലാം കൃത്യമായി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഈ രാമൻ ആരെന്ന് ചോദിച്ചാൽ, അതായത് ഈ സംഘികൾ പഠിപ്പിച്ചു വയ്ക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരല്ല പാകിസ്ഥാനിലോട്ട് പോകുന്നൊക്കെ പറയുന്നത്. ആ ചോദ്യം നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ വിളിക്കണം. എന്നിട്ട് അവനെ ഈ വിളിപ്പിക്കുന്നവനോട് പറയണം, നിനക്കറിയാമോ ഇങ്ങനെ ഒന്നുകൂടിയുണ്ട് എന്ന് തിരിച്ചു ചോദിക്കണം. ആ തിരിച്ചു ചോദിക്കേണ്ട പ്രാപ്തി നമുക്കുണ്ടാകണം. അവനെ പഠിപ്പിക്കണം. യഥാർത്ഥ ദേശസ്നേഹം എന്താണെന്ന് അവനെ പഠിപ്പിക്കണം. ജയ്ഹിന്ദ് എന്ന് സ്കൂളിൽ വിളിക്കാൻ പറഞ്ഞ ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടൊക്കെ പുച്ഛം തോന്നുമ്പോഴും ആ വാക്കിനൊക്കെയുള്ള പവിത്രത അത് വിളിക്കുമ്പോഴുണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ആത്മധൈര്യം, സൈനികർക്കുണ്ടാകുന്ന ആത്മധൈര്യം, അതൊക്കെ ഇങ്ങനെ സംഘികൾക്ക് എടുത്ത് നിസാര രാഷ്ട്രീയ കളി കളിക്കാൻ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു.